നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 26/6/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും താഴ്ചയിലേക്ക് ഇടിഞ്ഞു. $75 ഇടിവുമായി ഔൺസിന് $4056 ഇപ്പോൾ വിലയുള്ളത്. 2016 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ചയാണിത്. വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ 22 ക്യാരറ്റ് 1 ഗ്രാം 13,230, ഒരു പവന് 1,05,840. അതുപോലെ 24 ക്യാരറ്റ് 14,433, ഒരു പവന് 1,15,464. അതുപോലെ 18 ക്യാരറ്റ് 10,825, ഒരു പവന് 86,600. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്ന് വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപയും ഒരു പവൻ്റെ മുകളിൽ 200 രൂപയാണ് കുറഞ്ഞത്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും മാറ്റമില്ലാതെ തുടരുകയാണ്. RSS 4ഉം 5ഉം മാറ്റമില്ലാതെ, പക്ഷേ ISNL മാത്രം 1 രൂപ കൂടിയിരിക്കുന്നു. ലാറ്റക്സിനും മാറ്റമില്ല. വിശദമായി നോക്കുമ്പോൾ റബ്ബർ ബോർഡ് കോട്ടയം RSS 4 273, RSS 5 268, ISNL 228, ലാറ്റക്സ് 60% 168 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 273, RSS 5 268. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 261, RSS 5 260. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 170, 60% DRC ഒട്ടുപാൽ കിലോ 127 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 300 രൂപ 3 പൈസ, RSS 2 298 31 പൈസ, RSS 3 296 74 പൈസ, RSS 4 295 രൂപ 88 പൈസ, RSS 5 295 45 പൈസ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അലയടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപനമായി സർക്കാർ ചെയ്തത്. മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ട് വരുന്നത് നിർഭാഗ്യകരമാണ്. മദ്യത്തിൻ്റെ വീര്യം കുറവാണെന്നത് അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ കൂടി ഇല്ലാതാകുന്നില്ല. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിൻ്റെ നടപടി കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നതാണ്. ബഡ്ജറ്റിൽ ഈ പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കാനാവില്ല. മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് വരുന്നത് അത്യന്തം നിർഭാഗ്യകരം തന്നെയാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും യുവതലമുറയുടെ ഭാവിയെയും ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ വിവിധ മത സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന എതിർപ്പിനെ സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ നയം എന്തായാലും പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. അത് ക്യാൻസൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സമൂഹത്തിന്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെ നന്ദി.